പനിച്ചു വിറയ്ക്കുകയാണ് സംസ്ഥാനം. ഒരു മാസത്തിനിടെ 3 ലക്ഷം പേരാണ് വിവിധ പകർച്ചപ്പനികൾ പിടിപെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മഴക്കാലമായതോടുകൂടി ജീവനെടുക്കുന്നതിൽ എലിപ്പനിയാണ് മുന്നിൽ. വിശദമായ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 4 പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് ജീവൻ നഷ്ടമായത്. അത് 8-ാം തീയതി മാത്രമുള്ള കണക്കാണ്. അതിൽ പനി ബാധിച്ച് ഒരാൾ മരിച്ചത് വെസ്റ്റ് നൈൽ മൂലമാണ്. മറ്റ് 3 പേരുടെ മരണവും എലിപ്പനി അടക്കമുള്ള പനികൾ കൊണ്ടാണ് എന്ന സംശയവും ഉണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മാത്രം 13,511 പേർക്കാണ് പനി ബാധിച്ചത്. അതിൽ 99 പേർക്ക് ഡെങ്കിപ്പനിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. അതോടൊപ്പം 245 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നു. 7 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. ഇത് ഒരു ദിവസത്തെ മാത്രം കണക്കാണ്. 8-ാം തീയതി ഉള്ള കണക്ക് മാത്രമാണ് ഇത്. അതീവ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം വലിയ തോതിൽ പകർച്ചപ്പനികൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ 2017 ശേഷം സംസ്ഥാനത്ത് കോളറ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോളറയുടെ സാന്നിധ്യവും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു ചാരിറ്റബിൾ സ്കൂളിൽ ആ ഒരു കേന്ദ്രത്തിൽ ഉടലെടുക്കുന്നുണ്ട്. അത് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്വയം ചികിത്സ അരുത്. കൃത്യമായ വൈദ്യസഹായം തേടണം. കൃത്യമായി ആശുപത്രിയിൽ പോയി വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ എടുക്കാവൂ എന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു.